നീറ്റ് പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെട്ടാൽ പുനഃപരിശോധന നടത്താമെന്ന് സുപ്രീം കോടതി. തെറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ കണ്ടെത്തി പുനഃപരിശോധന നടത്തിക്കൂടെയെന്നും കോടതി ചോദിച്ചു. ഇന്ന് നടന്ന വാദത്തിലായിരുന്നു കോടതി നിരീക്ഷണം. കേസ് വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുന്നു. അതായത് നീറ്റിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ് എന്നുകൂടിയല്ലേ കോടതി ഇതോടുകൂടി വ്യക്തമാക്കുന്നത്? ഏത് രീതിയിലാണ് സർക്കാർ വാദം ഉണ്ടായത് കോടതി? അപർണ, തീർച്ചയായും നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു എന്ന് സർക്കാർ തന്നെ കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. പാട്നയിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 24 ഹർജികളായിരുന്നു ഇന്ന് സുപ്രീം കോടതി വാദം കേട്ടത്. 24 ഹർജികളും പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളിലാണ് സുപ്രീം കോടതി വാദം കേട്ടിരുന്നത്. അപ്പോൾ തന്നെ എപ്പോഴാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത്? പരീക്ഷ നടന്ന അന്ന് രാവിലെയാണോ ചോദ്യപേപ്പർ ചോർന്നത്? എത്രത്തോളം ഇത് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്? ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്നൊക്കെ കോടതി ചോദിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ ഗുണഭോക്താക്കളെ കണ്ടെത്താനായാൽ അവർക്കെതിരെ നടപടിയെടുത്ത് അവരുടെ പരീക്ഷ റദ്ദാക്കുന്നതിലേക്കുള്ള നടപടികളിലേക്ക് കോടതി നീങ്ങും. അങ്ങനെ അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീറ്റ് പരീക്ഷ റദ്ദാക്കുന്ന ഒരു നടപടിയിലേക്ക് പോവേണ്ടതുണ്ടെന്ന് കൂടി കോടതി ഇന്ന് സൂചിപ്പിച്ചു. ഒപ്പം തന്നെ ഈ ചോദ്യപേപ്പർ എങ്ങനെയാണ് ചോർന്നത് എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ കോടതി ചോദിക്കുകയുണ്ടായി. ഇത് ടെലഗ്രാം ഉൾപ്പെടെ ഉള്ള സോഷ്യൽ മീഡിയയിലൂടെ ചോർന്നു എന്നാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായിരുന്ന വാദം. അങ്ങനെയാണെങ്കിൽ ഇത് വലിയ രീതിയിൽ ചോർന്നിട്ടുണ്ടാവും. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലെ വലിയ രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അത് നീറ്റ് പരീക്ഷയുടെ ഒരു പവിത്രതയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കാണ് കോടതി നിരീക്ഷിച്ചത്. ഒപ്പം തന്നെ ഇത് ബീഹാറിൽ മാത്രമല്ല, അല്ലെങ്കിൽ പാട്നയിൽ മാത്രമല്ല, ബീഹാർ, ഡൽഹി, ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ചോദ്യപേപ്പർ ചോർന്നു എന്നാണ് ഇന്ന് എഫ്ഐആറിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കേന്ദ്രീകൃതമായാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. എന്തായാലും 24 ലക്ഷത്തോളം വരുന്ന കുട്ടികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്കായിരിക്കും പോവുക. ഈ ചോദ്യപേപ്പർ ചോർന്നതിൽ കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ റിപ്പോർട്ടുകളും വരുന്ന സ്ഥിതിക്ക് കോടതിയിൽ നിന്നുള്ള ഒരു തീരുമാനം, കോടതി വിധി ഈ 24 ലക്ഷത്തോളം വരുന്ന കുട്ടികളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ ഇതാണ്: ചോദ്യപേപ്പർ എപ്പോൾ ചോർന്നു, ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ, എത്രത്തോളം ചോർന്നിട്ടുണ്ട്, എങ്ങനെയാണ് ചോദ്യപേപ്പർ ചോർന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ഇന്ന് കോടതി വാദം കേൾക്കവേ ഉന്നയിച്ചത്. റൈറ്റ്, ഷംന വിവരങ്ങൾ നൽകിയത്. നീറ്റിൽ ക്രമക്കേട് നടന്നു, ചോദ്യപേപ്പർ ചോർന്നു എന്നത് വ്യക്തമാണെന്ന് കൂടി സുപ്രീം കോടതി വിലയിരുത്തിയിരിക്കുന്നു.